ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ ഡാലിയ കൊച്ചമ്മ. മർത്ത മറിയം വനിതാ സമാജം 2024 കേന്ദ്ര പരീക്ഷയ്ക്ക് വേണ്ടി ലുക്ക് ടു ക്രൈസ്റ്റ് ആൻഡ് റൺ ദ റേസ് പെർസിസ്റ്റന്റ്ലി, യേശുവിങ്കലേക്ക് നോക്കി ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്നുള്ള പുസ്തകത്തിന്റെ 3-ാമത്തെ ചാപ്റ്റർ ആണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 4, 5, 7 അധ്യായങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് ആ ഭാഗത്തിൽ വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളെ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ഭാഗം ഒരു സമ്മറി എന്തുവായിരുന്നു നമ്മളൊരു കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ പറഞ്ഞത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ആദ്യത്തെ ഭാഗം എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലാണ് ക്രിസ്തു ഒരു മഹാപുരോഹിതൻ എന്നുള്ള ആദ്യത്തെ ഒരു മേജർ കോൺസെപ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് നമ്മൾ അവിടെ കണ്ടത്? വാട്ട് ഈസ് സോ ഗ്രേറ്റ് അബൌട്ട് ജീസസ് ബീങ് അവർ ഹൈ പ്രീസ്റ്റ്? ക്രിസ്തു എന്തുകൊണ്ട് നമ്മുടെ മഹാപുരോഹിതനാകുന്നു, അല്ലെങ്കിൽ എന്താണ് അത്ര മഹത്തായത് ക്രിസ്തു എന്ന മഹാപുരോഹിതനിൽ എന്നുള്ളതായിരുന്നു. 3 കാര്യങ്ങളാണ് നമ്മൾ അവിടെ പറഞ്ഞത്. ക്രിസ്തു എന്തുകൊണ്ടാണ് ഹീസ് എ ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ്? ആകാശങ്ങളിലൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ പിതാവാണ്. ഹൈ പ്രീസ്റ്റ് ഹു പാസ്ഡ് ത്രൂ ഹെവൻസ്, നമ്മൾ അതിന്റെ അർത്ഥവും പറഞ്ഞു. എന്താണ്? ക്രൈസ്റ്റ് ഹു ഇസ് അസെൻഡഡ്, പുനരുത്ഥാനത്തിലൂടെ സ്വർഗീയ ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ അവനൊരു മഹാപുരോഹിതനാണ് എന്നുള്ളതാണ് ഒന്നാമത് പറഞ്ഞത്. രണ്ടാമത്, ഹി ഈസ് എ ഹൈ പ്രീസ്റ്റ്, ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ്, ബിക്കോസ് ഹി ക്യാൻ സിമ്പത്തൈസ് വിത്ത് അവർ വീക്ക്നെസ്സസ്. നമ്മുടെ പ്രശ്നങ്ങളിൽ, നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മളോട് സഹതപിക്കുവാൻ കഴിയുന്നതിനാൽ അവനൊരു മഹാപുരോഹിതനാകുന്നു. മൂന്നാമതായിട്ട്, ഹൈ പ്രീസ്റ്റ് ഹു റിമെയിൻഡ് വിത്തൗട്ട് സിൻ, എല്ലാ പാപങ്ങളിലും സർവ്വ കാര്യങ്ങളിലും നമ്മളെ പോലെ പരീക്ഷിക്കപ്പെട്ടവനായിട്ടും അവൻ പാപമില്ലാത്തവനായിരുന്നു. ഹി റിമെയിൻഡ് വിത്തൗട്ട് സിൻ. ഇതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു മഹത്തായ അല്ലെങ്കിൽ ഒരു മഹാപുരോഹിതനായി മാറുന്നത്. ഇതുകൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടം എന്താണ്? ക്രിസ്തുവാകുന്ന കൃപാസനത്തിലേക്ക് ഏത് സമയത്തും ധൈര്യത്തോടെ കടന്നു ചെല്ലുവാൻ നമുക്ക് സാധിക്കും. എന്തിനു വേണ്ടിയാ? കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിപ്പാനും. ടു റിസീവ് ഗ്രേസ് ആൻഡ് മേഴ്സി എന്നുള്ളതാണ് നമ്മൾ 4-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ. ഇനിയും 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പം, ആദ്യത്തെ ഭാഗത്ത് ഒരു മനുഷ്യൻ മഹാപുരോഹിതനാകുമ്പോൾ ഉണ്ടാകേണ്ടുന്ന ക്വാളിറ്റീസിനെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന്റെ അവസാനത്തെ ഭാഗത്ത് ഒരു രത്ന ചുരുക്കം പോലെ ക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പ്രത്യേകതകളാണ് പറഞ്ഞത്. എന്തൊക്കെയാണ്? ക്രിസ്തുവിന്റെ പൗരോഹിത്യം അഹറോന്റെ പുത്രന്മാരുടേതുപോലെ താൽക്കാലികമല്ല, അത് നിത്യമാണ്. The priesthood of Christ is not temporary as the sons of Aaron. ഇനി it is eternal. അതുപോലെ തന്നെ രണ്ടാമത് എന്താണ്? ഇറ്റ് ഇസ് എ പ്രീസ്റ്റ്ഹുഡ് ഇൻ ദ ഓർഡർ ഓഫ് മെൽക്കിസദേക്ക്. മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഉള്ള പൗരോഹിത്യമാണ്. 3, ഇറ്റ് ഇസ് അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ഗോഡ്, ദൈവഹിത പ്രകാരമുള്ള പൗരോഹിത്യമാണ്. ദ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ക്രൈസ്റ്റ് ഇസ് സാൽവിഫിക്, രക്ഷാകരമായ പൗരോഹിത്യമാണ്. 5, ഇറ്റ് ഇസ് ദ സോഴ്സ് ഓഫ് ഇറ്റേണൽ സാൽവേഷൻ ഫോർ ഓൾ ദോസ് ഹു ഒബേ ഹിസ് പ്രീസ്റ്റ്ഹുഡ്. ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യം അനുസരിക്കുന്ന ഏവർക്കും രക്ഷയുടെ ശാശ്വതമായ ഉറവിടമാണ്. ഇത്രയുമായിരുന്നു 4ഉം 5ഉം അധ്യായങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത്, അല്ലേ? പിന്നെ നമ്മുടെ കഴിഞ്ഞ ക്ലാസ് എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായമായിരുന്നു. അതിനെ നമ്മൾ 4 പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആദ്യത്തെ ഭാഗം ആരാണ് മെൽക്കിസദേക്ക് എന്നുള്ള ചോദ്യം വേദപുസ്തക അടിസ്ഥാനത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ്. 2 കാര്യങ്ങളാണ് ക്രിസ്തുവിന്റെ പൗരോഹിത്യവുമായിട്ട് ബന്ധപ്പെടുത്തി അവിടെ പറഞ്ഞത്. ഒന്ന്, സമാധാനത്തിന്റെയും നീതിയുടെയും രാജാവ്, കിങ് ഓഫ് റൈച്ചസ്നെസ് ആൻഡ് പീസ്. രണ്ടാമതായിട്ട്, ഇറ്റ് വാസ് നോട്ട് എ ട്രഡീഷണൽ പ്രീസ്റ്റ്ഹുഡ് ബട്ട് ഇറ്റ്സ് ഇറ്റേണൽ. പരമ്പരാഗത പൗരോഹിത്യമല്ല ക്രിസ്തുവിന്റെ പൗരോഹിത്യം, മറിച്ച് അത് നിത്യമായ ഒന്നാണ് എന്നുള്ള 2 കാര്യങ്ങളാണ് നമ്മൾ ഒന്നാമത്തെ 3 വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത്. അതിനുശേഷം ദി എക്സോൾട്ടഡ് പൊസിഷൻ ഓഫ് മൽക്കീസദേക്ക് എന്തുകൊണ്ട് പഴയ നിയമ പൗരോഹിത്യത്തെക്കാൾ ഔന്നത്യം ആർജിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഔന്നത്യമുള്ള ഒരാളാണ് എന്നുള്ളതിനെ പറ്റി 2 ഫാക്ട്സ് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ പഴയ നിയമ പൗരോഹിത്യം എവിടെയൊക്കെയോ പരാജയപ്പെട്ടു പോയതിനാൽ പുതിയ നിയമത്തിൽ, അല്ലെങ്കിൽ അഹറോന്റെ ക്രമമല്ലാതെ ഒരു പുരോഹിതന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അതിനെ കോട്ട് ചെയ്ത 2 റെഫറൻസസ് ഒക്കെയാണ് നമ്മൾ 4 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ കണ്ടത്. പിന്നീട് 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ ദി എക്സലന്റ് പ്രീസ്റ്റ്ഹുഡ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ മേന്മയേറിയ പൗരോഹിത്യത്തെ പറ്റി നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ്? 3 കാര്യങ്ങളാണ്. ശപഥം ചെയ്ത് സ്ഥാപിച്ച പൗരോഹിത്യമാണ് ക്രിസ്തുവിന്റേത്. The high priesthood of Christ was established through an oath. His priesthood will not pass by death. മരണം മൂലം നീങ്ങിപ്പോകാത്ത നിത്യ പൗരോഹിത്യമാണ് ക്രിസ്തുവിന്റേത്. His priesthood can save humankind.
മനുഷ്യരാശിയെ മുഴുവൻ രക്ഷിക്കുവാൻ കഴിയുന്നതാണ് ക്രിസ്തുവിന്റെ പൗരോഹിത്യം. ഇതുകൊണ്ട് തന്നെയാണ് ക്രിസ്തുവിന്റെ പൗരോഹിത്യം മേന്മയേറിയത് എന്നുള്ളത് നമുക്ക് 7-ാം അധ്യായത്തിന്റെ 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും. അവസാനത്തെ ഭാഗം 26 മുതൽ 28 വരെയുള്ള വാക്യം ക്രിസ്തു സർവഗുണസമ്പന്നനായ മഹാപുരോഹിതൻ എന്ന അർത്ഥത്തിൽ 3 കാര്യങ്ങളാണ് നമ്മൾ അവിടെ കാണുന്നത്. ഒന്ന്, ക്രൈസ്റ്റ് is a high priest who is eternal, incomparable and powerful enough to redeem us. ക്രിസ്തു നിത്യനും നിസ്തുലനും രക്ഷിക്കുവാൻ ശക്തനുമായ മഹാപുരോഹിതനാണ്. ഹോളി, ബ്ലെയിംലെസ് ആൻഡ് പ്യുവർ, നിർമ്മലൻ, നിർദോഷൻ, നിഷ്കളങ്കൻ. ഓൺലി സാക്രിഫൈസ് ഫോർ ദി റെമിഷൻ ഓഫ് സിൻസ്, പാപപരിഹാരത്തിനുള്ള ഏക ബലി. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് ക്രിസ്തുവിന്റെ പൗരോഹിത്യം എന്നുള്ള ഒരു വിഷയത്തെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളല്ലേ. ഇന്ന് പ്രത്യേകിച്ച് ആ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ചില ചോദ്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ്. ആദ്യത്തെ ചോദ്യം, ഹു ഇസ് ദ ഹൈ പ്രീസ്റ്റ് ഹു ഹാസ് അസെൻഡഡ് ഇൻടു ദ പ്രസൻസ് ഓഫ് ഗോഡ്? ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ആരോഹണം ചെയ്ത അല്ലെങ്കിൽ ആകാശത്തിലൂടെ കടന്നുപോയ മഹാപുരോഹിതൻ എന്ന് പറയുന്നത് ആരാണ്? ക്രിസ്തു ആണ്. ഓക്കെ, ഇനി അതുപോലെ വാട്ട് ഡസ് ഇറ്റ് മീൻ ബൈ ഹൈ പ്രീസ്റ്റ് ഹു ഹാസ് അസെൻഡഡ് ഇൻടു ഹെവൻ? ആകാശങ്ങളിലൂടെ കടന്നുപോയ മഹാപുരോഹിതൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് മാത്രം പ്രവേശിച്ചിരുന്ന ആളാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മഹാപുരോഹിതൻ എന്ന് പറയുന്നത്. എന്നാൽ തന്റെ പുനരുത്ഥാനത്തിലൂടെ സ്വർഗീയ ദേവാലയത്തിലേക്ക് കടന്ന് ഏറ്റവും വിശുദ്ധമായ സ്ഥലത്ത് പ്രവേശിച്ചിരിക്കുന്ന ക്രിസ്തുവാണ് നമ്മുടെ മഹാപുരോഹിതൻ. Our Christ is the high priest who has ascended and entered the heavenly holy of holies. അവൻ നമുക്ക് വേണ്ടി ദൈവത്തോട് പക്ഷപാതം ചെയ്യുന്നത് ഇങ്ങ് ഭൂമിയിലല്ല, മറിച്ച് മഹിമാസനത്തിന്റെ വലത്ത് ഭാഗത്തിരുന്നു കൊണ്ടാണ് അവൻ നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്. He is seated at the right hand of the throne of majesty and he is interceding for us. അപ്പം അതുകൊണ്ടാണ് ആകാശങ്ങളിലൂടെ കടന്നുപോയ പിതാവ് മഹാപുരോഹിതൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്, വാട്ട് ഈസ് ഗ്രേറ്റ് അബൌട്ട് ക്രൈസ്റ്റ് ബീയിങ് അവർ ഹൈ പ്രീസ്റ്റ്? ആസ് ഇൻ ഹീബ്രൂസ് ചാപ്റ്റർ 4, എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ ക്രിസ്തു നമ്മുടെ മഹാപുരോഹിതനായിരിക്കുന്നതിൽ എന്താണ് മഹത്തായത്? നമ്മൾ പറഞ്ഞ 3 പോയിന്റ്സ് ആണ്. ഒന്ന്, ജീസസ് ഇസ് എ ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ് ഹു പാസ്ഡ് ത്രൂ ദ ഹെവൻസ്. ആകാശങ്ങളിലൂടെ കടന്നുപോയ ഒരു മഹാപുരോഹിതനാണ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത്. 2, എന്താണ്? ജീസസ് ഈസ് എ ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ് ബിക്കോസ് ഹി ഈസ് ഏബിൾ ടു സിമ്പത്തൈസ് വിത്ത് അവർ വീക്ക്നെസ്സസ്. നമ്മുടെ ബലഹീനതകളിൽ നമ്മളോട് സഹതപിക്കുവാൻ കഴിയുന്നതിനാൽ അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാകുന്നു. 3-മതായിട്ട് എന്താണ്? നമ്മുടെ എല്ലാ പരീക്ഷണങ്ങളിലും നമ്മളോടൊപ്പം പരീക്ഷിക്കപ്പെട്ടവനായിട്ടും ഹി റിമെയിൻഡ് വിത്തൗട്ട് സിൻ. അതുകൊണ്ടാണ് ജീസസ് ഇസ് എ ഹൈ പ്രീസ്റ്റ് ബിക്കോസ് ഇൻ ദ ഫേസ് ഓഫ് ഓൾ അഡ്വേഴ്സിറ്റീസ് ആൻഡ് ടെംപ്റ്റേഷൻസ് that came his way, he still remained without sin. പാപമില്ലാത്തവനായി വസിക്കുവാൻ അവന് സാധിച്ചതിനാൽ അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതൻ തന്നെയാണ്. ഇതെല്ലാം അവിടെ എഴുതാൻ സാധിക്കണം. ക്രൈസ്റ്റ് is a high priest who gives dash and dash. ഡാഷും നൽകുന്ന മഹാപുരോഹിതനാണ് ക്രിസ്തു. എന്താണ്? പ്രത്യാശയും ധൈര്യവും നൽകുന്ന മഹാപുരോഹിതൻ. ഹോപ്പ് ആൻഡ് കറേജ് എന്നുള്ളതാണ് എഴുതേണ്ടത്. The high priest Christ dwells in. മഹാപുരോഹിതനായ ക്രിസ്തു വഹിക്കുന്നത് എവിടെയാണ്? മഹാപുരോഹിതനായ ക്രിസ്തു വസിക്കുന്നത് കൃപാസനത്തിലാണ് എന്ന് നമുക്ക് പുസ്തകത്തിൽ കാണാൻ സാധിക്കും. ഇത് mercy seat അല്ലെങ്കിൽ throne of majesty എന്നുള്ളതാണ് എഴുതേണ്ടത്. What is mercy seat in the Old Testament? പഴയ നിയമത്തിലെ കൃപാസനം എന്താണ്? പഴയ നിയമത്തിൽ കൃപാസനം ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലമാണ്. അത് സമാഗമന കൂടാരത്തിലെ അതിവിശുദ്ധ സ്ഥലത്തുണ്ടായിരുന്ന സാക്ഷ്യപെട്ടകത്തിന്റെ മേലുള്ള ദൈവ സാന്നിധ്യമാണ്. In the Old Testament, the mercy seat is the holy of holies in the temple. As in Exodus, the mercy seat is the presence of God over the Ark of Covenant, which was placed in the tabernacle within the tent of meeting. ഇത് എഴുതാൻ നമുക്ക് സാധിക്കണം. ഇനി mercy seat of New Testament, പുതിയ നിയമത്തിലെ കൃപാസനം എന്ന് പറയുന്നത് ആരാണ്? ക്രിസ്തുവാണ് പുതിയ നിയമത്തിലെ കൃപാസനം. കാരണം എന്താണ്? ഈ പഴയ നിയമത്തിലെ കൃപാസനം എഴുതുന്ന കൂട്ടത്തിൽ ഇതും കൂടി എഴുതണം. എന്താണ്? ഒരു ആണ്ടിലൊരിക്കൽ, വർഷത്തിലൊരിക്കൽ മാത്രം മഹാപുരോഹിതൻ മാത്രം അവിടെ പ്രവേശിച്ച് തനിക്കും ജനത്തിനു വേണ്ടി പ്രായശ്ചിത്ത രക്തം തളിക്കും. The high priest would sprinkle the atonement blood for his sins and for the sins of the people. അതും കൂടി എഴുതണം. അതുകൊണ്ട് തന്നെ പുതിയ നിയമത്തിലെ കൃപാസനമായിട്ട് ക്രിസ്തു മാറാനുള്ള കാരണം എന്താണ്? ക്രിസ്തു നമുക്ക് വേണ്ടി പ്രായശ്ചിത്തയാഗമായി മരിച്ചു. He died as a sin offering for all of us. അവിടെ അവൻ തളിച്ചത് അല്ലെങ്കിൽ ചിന്തിയത് അവന്റെ സ്വന്തം രക്തമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പുതിയ നിയമത്തിലെ കൃപാസനം എന്ന് പറയുന്നത് അത് ക്രിസ്തു.
ഇനി what is the advantage that we have when Christ is our high priest according to Hebrews chapter 4? എബ്രായർ 4-ാം അധ്യായം അനുസരിച്ച് ക്രിസ്തു നമ്മുടെ മഹാപുരോഹിതനായിരിക്കുമ്പോൾ നമുക്കുള്ള നേട്ടം എന്താണ് കൃപാസനത്തിലേക്ക് ഏത് സമയത്തും ധൈര്യത്തോടെ കടന്നു ചെല്ലുവാൻ നമുക്ക് സാധിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിപ്പാനും. Now we have the ability to approach the mercy seat with courage to receive grace and mercy എന്നുള്ളത് അവിടെ എഴുതണം. What will we receive when we approach our mercy seat Christ? നമ്മുടെ കൃപാസനമായ ക്രിസ്തുവിനെ സമീപിക്കുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? കരുണ ലഭിക്കുകയും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിക്കുകയും ചെയ്യും. അതൊക്കെ അവിടെ എഴുതുക. പിന്നെ how should we approach our mercy seat? നമ്മുടെ കൃപാസനമായ ക്രിസ്തുവിനെ എങ്ങനെ സമീപിക്കണം? ധൈര്യത്തോടെ സമീപിക്കണം. ഇത്രയുമൊക്കെയാണ് 4-ാം അധ്യായത്തിലെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് മാത്രം നമുക്ക് ചോദിക്കാനൊക്കെ സാധ്യതയുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാം. ഏറ്റവും ബേസിക് ആയിട്ട് ചോദിക്കാവുന്ന ചില കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഫോർ വാട്ട് ഡിഡ് ഗോഡ് അനോയിന്റഡ് ആരൺ? എന്തിനു വേണ്ടിയാണ് ദൈവം അഹറോനെ നിയമിച്ചത്? ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ്? അഹറോൻ പാപിയായ മനുഷ്യന് വേണ്ടി യാഗവും വഴിപാടും അർപ്പിക്കുവാൻ വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ്? അഹറോന്റെ ഭാഗത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. Aaron was appointed by God to administer sacrifices and offerings for sinful mankind എന്നുള്ളതാണ്. ഇനി what are the qualities or characteristics of a high priest? ഒരു മഹാപുരോഹിതന്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ സ്വഭാവങ്ങൾ നമ്മൾ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞായിരുന്നു. മനുഷ്യരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവനാകുന്നു, അതുകൊണ്ട് തന്നെ അവൻ മനുഷ്യനായിരിക്കണം. He was chosen from the people to represent men before God, so he should also be a man എന്നുള്ളതാണ് ഒന്നാമത് പറഞ്ഞത്. രണ്ടാമത് the priest is selected for divine purposes. മനുഷ്യർക്ക് വേണ്ടി ബലികളും യാഗങ്ങളും കാഴ്ചകളും സമർപ്പിക്കുക എന്നുള്ളതാണ് ഒരു പുരോഹിതന്റെ ദൗത്യം. 3 അനുകമ്പാർദ്ര ഹൃദയമുള്ളവനായിരിക്കണം. A priest should have empathy. അതുപോലെ 4-മതായിട്ട് അവൻ സ്വന്തം പാപത്തിനും ജനങ്ങളുടെ പാപത്തിനും വേണ്ടി ബലി അർപ്പിക്കണം. The priest should offer sacrifices for their own sins as well as for the sins of others. 5 പൗരോഹിത്യം ദൈവത്തിന്റെ ദാനമായിരിക്കണം. Priesthood should be a gift from God. ഈ 5 ക്വാളിറ്റീസും ക്രിസ്തുവിലെ പ്രകാരം പൂർണ്ണമാകുന്നു എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനിയും അതുപോലെ തന്നെ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ വിവരിച്ചിരിക്കുന്ന 3 ചിന്തകൾ which are the 3 thoughts described in Hebrews chapter 5 verse 5 to 10. 3 കാര്യങ്ങളാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അവിടുന്ന് ദൈവത്താൽ നിയുക്തനാണ്. ക്രിസ്തുവിന്റെ പൗരോഹിത്യം അത് ദൈവമായിട്ട് നിയോഗിച്ചതാണ്. He has been designated by God. 7-8 വാക്യങ്ങൾ തരുന്ന ചിന്ത മാനുഷിക പരിമിതികൾ അവിടുന്ന് സ്വീകരിച്ചു. He accepted human limitations. ദൈവത്തിന്റെ നിയോഗിച്ച പൗരോഹിത്യം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ക്രിസ്തു മാനുഷികമായിട്ടുള്ള പരിമിതികൾ അല്ലെങ്കിൽ ഹ്യൂമൻ ലിമിറ്റേഷൻസ് അവൻ അക്സെപ്റ്റ് ചെയ്തു. 9ഉം 10ഉം വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടുന്ന് മഹാപുരോഹിത ശുശ്രൂഷ അനുഷ്ഠിച്ചു. He carried out high priestly services. ഈ 3 ചിന്തകളാണ് നമുക്ക് 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. Which are the 2 Psalms referred to in Hebrews 5? എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ൽ പരാമർശിച്ചിരിക്കുന്ന 2 സങ്കീർത്തനങ്ങൾ ഏതൊക്കെയാണ്? സങ്കീർത്തനം 2:7. നീ എന്റെ പ്രിയപുത്രൻ, ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. You are my son, today I have begotten you. ക്രിസ്തുവിന്റെ പൗരോഹിത്യം ദൈവം നൽകിയതാണെന്നും അവൻ സ്വയം ഏറ്റെടുത്തതല്ല എന്നും സ്പഷ്ടമാക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ റെഫറൻസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനിയും 2-മത്തെ റെഫറൻസ് Psalm 110 verse 4, 110:4. നീ മൽക്കീസദേക്കിന്റെ കൃപപ്രകാരം എന്നേക്കും ഒരു പുരോഹിതനാണ്. You are a priest forever according to the order of Melchizedek എന്നുള്ളതാണ്. ഇവിടെയും ഈ എന്നേക്കും എന്നുള്ള വാക്ക് അത് ക്രിസ്തുവിന് മാത്രം സ്യൂട്ട് ചെയ്യുന്ന ഒന്നാണ്, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ലോകത്തുള്ള ഒരു മഹാപുരോഹിതന്മാർക്കും ചേർന്ന ഒന്നല്ല. നിത്യതയെ നിലനിൽക്കുന്ന പൗരോഹിത്യമാണ് ക്രിസ്തുവിൻ്റെത് എന്ന് ഉറപ്പിച്ചു കാട്ടുവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വാക്യം ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇനി അവിടുന്ന് which are the 5 unique characteristics of Christ's priesthood according to the 2 Psalms referred in Hebrews 5? എബ്രായർ 5-ൽ പരാമർശിച്ചിരിക്കുന്ന 2 സങ്കീർത്തനങ്ങൾ അനുസരിച്ച് ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ 5 സവിശേഷതകൾ ഏതൊക്കെയാണ്? നമ്മൾ മുമ്പേ പറഞ്ഞ 5 പോയിന്റ്സ് ആണ്. എന്തൊക്കെയാണ്? ക്രിസ്തുവിന്റെ പൗരോഹിത്യം അഹറോന്റെ പുത്രന്മാരുടേതുപോലെ താൽക്കാലികമല്ല, അത് നിത്യമാണ്. The priesthood of Christ is not temporary as in the case of sons of Aaron, but it is eternal. 2, അത് ദൈവഹിതം
ഇറ്റ് ഇസ് എ പ്രീസ്റ്റ്ഹുഡ് ഇൻ ദ ഓർഡർ ഓഫ് മെൽക്കിസദേക്ക്. മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ്. 3, അത് ദൈവഹിതം അനുസരിച്ചുള്ളതാണ്. ഇറ്റ് ഇസ് അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ഗോഡ്. 4, ക്രിസ്തുവിന്റേത് രക്ഷാകര പൗരോഹിത്യമാണ്. ദ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ക്രൈസ്റ്റ് ഇസ് സാൽവിഫിക്. 5, ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യം അനുസരിക്കുന്ന ഏവർക്കും രക്ഷയുടെ ശാശ്വതമായ ഉറവിടമാണ്. It is a source of eternal salvation for all those who obey his priesthood. 6, what is a promise given to all those who obey Christ's priesthood? ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെ അനുസരിക്കുന്ന ഏവർക്കും എന്താണ്? നമ്മളിപ്പോ പറഞ്ഞത് തന്നെയാ, അനുസരിക്കുന്ന ഏവർക്കും രക്ഷയുടെ ശാശ്വതമായ ഉറവിടമാണ്. It is a source of eternal salvation for all those who obey his priesthood. അതും ഓർത്തിരിക്കണം. ഇനി ദ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ക്രൈസ്റ്റ് ഇസ്, ക്രിസ്തുവിന്റേത് പൗരോഹിത്യമാണ്, ക്രിസ്തുവിന്റെ രക്ഷാകരമായ പൗരോഹിത്യമാണ്, സാൽവിഫിക് പ്രീസ്റ്റ്ഹുഡ്. 8, the priesthood of Levi tribe is a foreshadowing of Christ. Explain on the basis of Hebrews chapter 5. ലേവി ഗോത്രത്തിന്റെ പൗരോഹിത്യം ക്രിസ്തുവിന്റെ നിഴലാണ്. എബ്രായർ 5-ാം അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ വിവരിക്കുക. നമ്മൾ പറഞ്ഞു, ഒരു മനുഷ്യനായ മഹാപുരോഹിതന്റെ ക്വാളിറ്റീസ് എപ്രകാരം ക്രിസ്തുവിൽ പൂർണ്ണമാകുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പം ആ 5 പോയിന്റ്സ് ആണ് എഴുതേണ്ടത്. വാട്ട് ഇസ് ദ മിഷൻ ഓഫ് പ്രീസ്റ്റ് അപ്പോയിന്റഡ് ബൈ മാൻ? മനുഷ്യരാൽ നിയോഗിക്കപ്പെട്ട പുരോഹിതന്റെ ദൗത്യം എന്താണ്? കാഴ്ചകളും ബലികളും, മനുഷ്യരുടെ പാപത്തിനും സ്വന്തം പാപത്തിനും വേണ്ടി കാഴ്ചകളും ബലികളും അർപ്പിക്കുക എന്നുള്ളതാണ് മനുഷ്യരാൽ നിയോഗിക്കപ്പെട്ട പുരോഹിതന്റെ ദൗത്യം എന്നുള്ളത്. ടു ഓഫർ സാക്രിഫൈസസ് ഫോർ ദ സിൻസ് ഓഫ് പീപ്പിൾ എന്നുള്ളതാണ്. ഇതൊക്കെയാണ് 5-ാം അധ്യായത്തിൽ നിന്ന് സാധ്യതയുള്ളത്. ഇനി 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, വേർ ഓൾ ഇൻ ദ ബൈബിൾ ഇസ് മെൽക്കിസദേക്ക് മെൻഷൻഡ്. ബൈബിളിന്റെ 3 ഭാഗങ്ങളിലാണ് നമുക്ക് മൽക്കിസദേക്കിനെ പറ്റി കാണാൻ സാധിക്കുന്നത്. എവിടെയൊക്കെയാണ്? ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ, ജെനസിസ് ചാപ്റ്റർ 14 വേഴ്സ് 18 to 20, അതുപോലെ തന്നെ സങ്കീർത്തനങ്ങൾ 110:4, സാംസ് 110 വേഴ്സ് 4, the book of Hebrews 5, 6 and 7. ഈ ഇത്രയും ഭാഗങ്ങളിലാണ് നമുക്ക് മൽക്കിസദേക്കിനെ പറ്റി കാണാൻ സാധിക്കുന്നത്. ആരാണ് മൽക്കിസദേക്ക്? ഹു ഇസ് മെൽക്കിസദേക്ക്? നമുക്ക് ഉൽപ്പത്തിയുടെ കോണ്ടെക്സ്റ്റിൽ പറയാൻ സാധിക്കും. എന്താണ്? സോദോമിൽ താമസിച്ചിരുന്ന ലോത്തിനെ ചില രാജാക്കന്മാർ തടവുകാരനായിട്ട് കൊണ്ടുപോകുന്നു. ഇതറിഞ്ഞ് അബ്രഹാം ചെന്ന ആ രാജാക്കന്മാരെ നിഗ്രഹിച്ച് വിജയിയായി മടങ്ങി വരുമ്പോൾ യെരൂശലേമിൽ വെച്ച് മൽക്കിസദേക്കിനെ കണ്ടുമുട്ടി. അദ്ദേഹം അബ്രഹാമിനും കൂടെ ഉണ്ടായിരുന്നവർക്കും അപ്പവും വീഞ്ഞും നൽകുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. അബ്രഹാം ആകട്ടെ തനിക്കുണ്ടായിരുന്ന സമ്പത്തിൽ നിന്നും ഒരു 1/10 മൽക്കിസദേക്കിന് നൽകി. ഇതൊക്കെയാണ് നമുക്ക് മൽക്കിസദേക്കിനെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം യെരൂശലേമിലെ രാജാവായിരുന്നു, പുരോഹിതനുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. What is mentioned about Melchizedek in Genesis 14? ഉൽപ്പത്തി 14-ൽ മെൽക്കിസദേക്കിനെ പറ്റി എന്താണ് പരാമർശിച്ചിരിക്കുന്നത്? നമ്മളിപ്പോ പറഞ്ഞത് തന്നെ എഴുതുക. The name Melchizedek means, മൽക്കിസദേക്ക് എന്ന പേരിന്റെ അർത്ഥം എന്താണ്? നീതിമാനായ രാജാവ്, റൈച്ചസ് കിങ് എന്നുള്ളതാണ്. the word Salem means, ഷാലേം എന്ന വാക്കിന്റെ അർത്ഥം സമാധാനം, പീസ് എന്നുള്ളതാണ്. ഫസ്റ്റ് നെയിം ഓഫ് ജെറുസലേം, ജെറുസലേമിന്റെ ആദ്യ നാമം ഷാലേം എന്നുള്ളതാണ്. From where did Abraham meet Melchizedek? അബ്രഹാം എവിടെ നിന്നാണ് മൽക്കിസദേക്കിനെ കണ്ടുമുട്ടിയത്? യെരൂശലേമിൽ നിന്നായിരുന്നു. Melchizedek was the king of, മൽക്കിസദേക്ക് എവിടുത്തെ രാജാവായിരുന്നു? യെരൂശലേമിലെ രാജാവായിരുന്നു. Which are the 2 attributes of Christ priesthood which can be inferred from Hebrews 7 verse 1 to 3? എബ്രായർ 7-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് അനുമാനിക്കാവുന്ന ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ 2 ഗുണങ്ങൾ. 1, നീതിയുടെയും സമാധാനത്തിന്റെയും രാജാവ്, കിങ് ഓഫ് റൈച്ചസ്നെസ് ആൻഡ് പീസ്. 2, ക്രിസ്തുവിന്റെ പൗരോഹിത്യം പരമ്പരാഗത പൗരോഹിത്യമല്ല, നിത്യമായുള്ളതാണ്. ക്രൈസ്റ്റ് പ്രീസ്റ്റ്ഹുഡ് ഇസ് നോട്ട് ട്രഡീഷണൽ ബട്ട് ഇറ്റ് ഇസ് ഇറ്റേണൽ. ഇത് രണ്ടുമാണ് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. How is Old Testament priesthood getting completed in Christ? പഴയ നിയമ പൗരോഹിത്യം എങ്ങനെയാണ് ക്രിസ്തുവിൽ പൂർത്തിയാകുന്നത്? നമ്മൾ ഇപ്പൊ പറഞ്ഞ പോയിന്റ് തന്നെ എഴുതുക. ക്രിസ്തുവിന്റെ പൗരോഹിത്യവും പഴയ നിയമ പൗരോഹിത്യവും തമ്മിൽ നമ്മളൊരു കമ്പാരിസൺ ആണ്. മൽക്കിസദേക്കിനെ സംബന്ധിച്ചിടത്തോളം വേദപുസ്തകത്തിൽ എങ്ങും അദ്ദേഹത്തിന്റെ ജനനമോ മരണമോ ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ലേവ്യ പൗരോഹിത്യം അഹറോനിൽ നിന്ന് ലഭിച്ച് പരമ്പരാഗതമായി കൈമാറി വന്ന ഒന്നാണ്. അപ്പം അതുപോലെ തന്നെ അതുകൊണ്ട് നമ്മൾ പിന്നെ അതിനുശേഷം ഇത് പറഞ്ഞു, ആദ്യാചാര്യത്വം എന്നുള്ള ഗാനത്തിന്റെ ഭഗീതത്തിന്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അത് തിരിച്ച് ഈ പരമ്പരാഗതമായി കൈമാറി അത് തിരിച്ച് ക്രിസ്തുവിൽ ഏൽപ്പിക്കുന്നതിലൂടെ അത് പൂർണ്ണമാവുകയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം ആ ഭാഗങ്ങളിലുള്ള പോയിന്റ്സ് എല്ലാം ചേർത്ത് അവിടെ എഴുതണം. ഇനി the priesthood of Melchizedek is higher than that of tribe of Levi. Explain. മൽക്കിസദേക്കിന്റെ പൗരോഹിത്യം
ലേവി പൗരോഹിത്യത്തെക്കാൾ മേന്മയേറിയതാണ് വിശദീകരിക്കുക. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അവിടെ പറഞ്ഞത്. ഒന്ന്, അബ്രഹാം മൽക്കീസദേക്കിന് ദശാംശം നൽകി. ഇറ്റ് വാസ് ഏബ്രഹാം ഹു ഗേവ് മെൽക്കീസദേക്ക് a tenth of everything. അതുകൊണ്ട് തന്നെ അത് അബ്രഹാമിന്റെ ലേവി ഗോത്രത്തിന് എങ്ങനെയായിരുന്നു, നിയമപ്രകാരമാണ് അവർക്ക് ദശാംശം ലഭിച്ചിരുന്നത്. എന്നാൽ ഇവിടെ അബ്രഹാം മൽക്കീസദേക്കിന് ദശാംശം നൽകുമ്പോൾ അത് മൽക്കീസദേക്കിന്റെ ഔന്നത്യം കൊണ്ടാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ട്, അബ്രഹാമിനെ മൽക്കീസദേക്ക് അനുഗ്രഹിച്ചു. ഏബ്രഹാം വാസ് ബ്ലെസ്ഡ് ബൈ മെൽക്കീസദേക്ക്. അതുകൊണ്ട് അനുഗ്രഹം ലഭിച്ച ആള്, അനുഗ്രഹം കൊടുത്ത ആള് അനുഗ്രഹം ലഭിച്ച ആളെക്കാട്ടിലും ഉയർന്നതാണ് മതത്തിന്റെ ചിന്താഗതിയിൽ. അതുകൊണ്ട് തന്നെ മൽക്കീസദേക്കാണ് ലേവി പൗരോഹിത്യത്തെക്കാൾ ഉയർന്നത് എന്ന് നമുക്ക് അവിടെ വിശദീകരിക്കാൻ സാധിക്കും. What was the need for another priest not according to the order of Aaron? അഹ്റോന്റെ ക്രമമല്ലാതെ മറ്റൊരു പുരോഹിതന്റെ ആവശ്യം എന്തായിരുന്നു? നമുക്കറിയാം, പഴയ നിയമ പൗരോഹിത്യം എവിടെയൊക്കെയോ അവരുടെ ദൗത്യത്തിൽ അവർ പരാജയപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ അഹ്റോന്റെ ക്രമമല്ലാതെ മറ്റൊരു പുരോഹിതന്റെ പൗരോഹിത്യം ആവശ്യമായിരുന്നു. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് റെഫറൻസസ് നമുക്ക് കാണാൻ സാധിക്കും. എന്തൊക്കെയാണ്? പഴയ നിയമപ്രകാരമുള്ള പുരോഹിത വംശത്തിൽ പെടാത്ത ഉന്നത പുരോഹിതൻ, ഹൈ പ്രീസ്റ്റ് ഹു ഇസ് നോട്ട് ഫ്രം ദ പ്രീസ്ലി ട്രൈബ് അക്കോർഡിംഗ് ടു ദ ഓൾഡ് ലോ, അതാണ് ക്രിസ്തു. രണ്ട്, യഹൂദ ഗോത്രത്തിൽപ്പെട്ട ദാവീദ് വംശജൻ, എ ഡിസെൻഡന്റ് ഓഫ് ഡേവിഡ് ഓഫ് ദ ട്രൈബ് ഓഫ് ജൂദ. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ഇറ്റ് റിവീൽസ് ദാറ്റ് ക്രൈസ്റ്റ് ഈസ് ദ കിങ് ആൻഡ് ദർ ഇസ് നോ ഫിസിക്കൽ സക്സഷൻ ടു ഹിസ് പ്രീസ്റ്റ്ഹുഡ് ആൻഡ് ദാറ്റ് ഇറ്റ് ഇസ് ഇന്നേറ്റ്. ക്രിസ്തു രാജാവാണെന്നും അവന്റെ പൗരോഹിത്യത്തിന് ജഡീക പിന്തുടർച്ചയില്ലെന്നും അത് നൈസർഗികമാണെന്നും വെളിപ്പെടുത്തുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണത്. പിന്നെ അവിടെ നിന്ന് വരാൻ സാധ്യതയുള്ളത്, which are the two references that reveals that Christ is the king and that there is no physical succession to his priesthood and that is innate. ഇപ്പൊ നമ്മൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ തന്നെയാണ്, അത് രണ്ടും എഴുതുക. Why is the priesthood of Christ excellent? എന്തുകൊണ്ടാണ് ക്രിസ്തുവിന്റെ പൗരോഹിത്യം മേന്മയേറിയത്? 3 പോയിന്റ്സ് ആണ്. ഒന്ന്, ശപഥം ചെയ്ത് സ്ഥാപിച്ച പൗരോഹിത്യമാണ് ക്രിസ്തുവിന്റേത്. The high priesthood of Christ was established through an oath. രണ്ട്, മരണം മൂലം നീങ്ങിപ്പോകാത്ത പൗരോഹിത്യമാണ് ക്രിസ്തുവിന്റേത്. His priesthood will not pass by death. മൂന്ന്, രക്ഷിക്കുവാൻ കഴിയുന്നതാണ്. The priesthood which can save humankind എന്നുള്ള 3 കാര്യങ്ങൾ കൊണ്ടാണ് ക്രിസ്തുവിന്റെ പൗരോഹിത്യം മേന്മയേറിയത് എന്ന് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കും. What is the relationship between Christ's priesthood and Christian priest? ക്രിസ്തുവിന്റെ പൗരോഹിത്യവും ക്രൈസ്തവ പുരോഹിതരും തമ്മിലുള്ള ബന്ധം നമ്മൾ പറഞ്ഞു. ക്രിസ്തുവിന്റെ പൗരോഹിത്യം അത് കൈമാറാവുന്നതല്ല. His priesthood cannot be transferred. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സഭയിലെ പുരോഹിതന്മാർക്ക് ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ പങ്കാളികളാകുവാൻ മാത്രമാണ് കഴിയുന്നത്. The priest of Christian church can only share in it എന്നുള്ളതാണ് അവിടെ എഴുതേണ്ടുന്നത്. പിന്നെ എക്സ്പ്ലെയിൻ ദ വേർച്യൂസ് ഓഫ് ക്രൈസ്റ്റ് ആസ് എ ഹൈ പ്രീസ്റ്റ്. ഒരു മഹാപുരോഹിതൻ എന്നുള്ള നിലയിൽ ക്രിസ്തുവിന്റെ ഗുണങ്ങൾ വിശദീകരിക്കുക. നമ്മുടെ അവസാനത്തെ ഭാഗമാണ്. ക്രിസ്തു നിത്യനും നിസ്തുലനും രക്ഷിക്കുവാൻ ശക്തനുമായ മഹാപുരോഹിതനാണ്. ക്രൈസ്റ്റ് is the high priest who is eternal and incomparable and powerful enough to redeem us. നിർമ്മലൻ, നിർദോഷൻ, നിഷ്കളങ്കൻ, ഹോളി, ബ്ലെയിംലെസ് ആൻഡ് പ്യുവർ. 3, പാപപരിഹാരത്തിനുള്ള ഏകബലി, ഓൺലി സാക്രിഫൈസ് ഫോർ ദി റെമിഷൻ ഓഫ് സിൻസ്. ഇതിനോടൊക്കെ ചേർത്ത് അതിന്റെ പോയിന്റ്സും കൂടെ എഴുതാൻ സാധിക്കണം. വൈ ക്രൈസ്റ്റ് ഇസ് കോൾഡ് സെറ്റ് അപ്പാർട്ട് ഫ്രം സിന്നേഴ്സ്. എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവൻ എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഭൂമിയിൽ അവൻ പാപികളോടും അതിക്രമക്കാരോടും കൂടെ എണ്ണപ്പെട്ടുവെങ്കിലും on earth even if he was counted among sinners and trespassers, മരണത്തെ ജയിച്ചതുകൊണ്ട് അവൻ പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനായി കഴിയുന്നു. He lives as set apart from sinners because he defeated death. ഇത് അവിടെ എഴുതാൻ സാധിക്കണം. Day of Atonement is also called. പാപപരിഹാര ദിനം എന്തും എന്നറിയപ്പെടുന്നു. യോം കിപ്പൂർ എന്നുള്ള വാക്കും കൂടെ ഓർത്തിരിക്കുക. ഏകദേശം 36-37 ക്വസ്റ്റ്യൻസ് കണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു ചാപ്റ്റർ വലിയൊരു ചാപ്റ്റർ ആയിരുന്നു. അതിൽ നിന്ന് ഇനി ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. എന്റെ ശ്രദ്ധയിൽപ്പെട്ടതായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. ഇതും കൂടെ റെഫർ ചെയ്ത് കാര്യം എല്ലാം പോർഷൻസ് ഒക്കെ ഒന്നുകൂടെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. ഇതും കൂടെ റെഫർ ചെയ്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അതുകൊണ്ട് ആഡ് ചെയ്തേ ഉള്ളൂ. കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ദൈവം നമ്മളെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.